നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMന്റെ പോഷക സംഘടന അല്ലെങ്കിൽ DYFI ബോംബ് നിർമ്മാണ ഫാക്ടറിയാണോ? CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വായിൽ തന്നെ പൊട്ടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. DYFIയെ തള്ളിപ്പറഞ്ഞ് നല്ല പിള്ള ചമയാൻ MV ഗോവിന്ദൻ വന്നിരുന്നു. അതിനാണ് ഈ മറുപടി. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് സഖാക്കൾക്ക്. അതിൻ്റെ കൂടെയാണ് ഇതുപോലെ പണി കിട്ടുന്നത്. പാനൂർ കേസിൽ CPMന് കൈകഴുകാൻ കഴിയില്ല. കാരണം മുകളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശമില്ലാതെ DYFI ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നാണ് ചോദ്യം വരുന്നത്. പൊതിച്ചോറല്ല, കൊലച്ചോറ് കൊടുക്കുന്നവരാണ് DYFI എന്നും രോഷമണ പൊട്ടുന്നു. തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്ന DYFI നേതാവിനെ റീൽസ് ഇടാൻ മാത്രമാണോ CPM സഹായിക്കുന്നത്? ആ വ്യക്തി മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ലേ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. വാർത്താ സമ്മേളനത്തിലായിരുന്നു രാഹുൽ പൊട്ടിത്തെറിച്ചത്. CPMന് പോഷക സംഘടനകളില്ലെന്നും പാനൂർ സ്ഫോടനത്തിൽ പ്രതികളെ സംബന്ധിച്ച് DYFIയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളവർ പാർട്ടിയുടെ പോഷക സംഘടനയായ DYFIയിൽ ഉള്ളവരാണല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ ഈ മറുപടി. സ്ഫോടനത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. DYFI നേരത്തെ ആക്രി പെറുക്കിയിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച കുപ്പിച്ചില്ലും ആണിയുമെല്ലാം ഉപയോഗിച്ചാണോ ബോംബുണ്ടാക്കിയത്? UDF നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മാണം. പിണറായി പറഞ്ഞത് രക്ഷാപ്രവർത്തനമെന്നാണ്. എങ്കിൽ നിരപരാധികളെ പ്രതി ചേർക്കാൻ മാത്രം കഴിവുകെട്ടവരാണോ പിണറായിയുടെ പോലീസ് എന്ന് രാഹുൽ ചോദിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും നാളെ രക്തസാക്ഷി പട്ടികയിൽ വരും. സംഭവത്തിൽ UAPA ചുമത്തി NIA അന്വേഷിക്കണം. ബോംബ് നിർമ്മാണം നടന്ന സ്ഥലത്ത് പോലീസ് എത്താൻ വൈകി. അമൽ ബാബു കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച വ്യക്തിയും TP വധക്കേസ് പ്രതി ജ്യോതി ബാബുവിൻ്റെ ബന്ധുവുമാണ്. മുള്ളാണിക്കും കുപ്പിച്ചില്ലിനും പിന്നാലെയാണ് പോലീസ്. സത്യം പുറത്തു വരില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാം തോൽക്കാം, പക്ഷേ ആളെ കൊല്ലുന്ന പണി CPM നിർത്തണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏക തീവ്രവാദ സംഘടനയാണ് CPM എന്നും രാഹുൽ പറഞ്ഞു. CPM തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് മത്സര രംഗത്ത് നിന്ന് പിന്മാറണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആവശ്യപ്പെട്ടു. ബോംബ് നിർമ്മാണ ഫാക്ടറി പൂട്ടാൻ CPM തയ്യാറാകണം. TP ചന്ദ്രശേഖരനെ കൊന്ന സമയത്തും ഇത്തരം പല ന്യായീകരണങ്ങളും CPM നിരത്തിയിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞ് പൊട്ടിക്കാൻ വെച്ച ബോംബ് നേരത്തെ പൊട്ടിപ്പോയെന്നും PK ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ബോംബ് പൊട്ടിയത്. 4 CPM പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് ചികിത്സയിലായിരുന്ന കൈവേലിക്കൽ സ്വദേശി ഷെറിൻ ഉച്ചയോടെ മരിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഷാഫി ബോംബ് പൊട്ടിയ കാര്യം പ്രസംഗിച്ചു തുടങ്ങി. ഉച്ചയോടെ CPM പ്രവർത്തകർ മരിച്ചതോടെ വീണ്ടും കൊലപാതക രാഷ്ട്രീയം വടകര മണ്ഡലത്തിൽ ഇറങ്ങി. അടുത്ത ദിവസം തന്നെ ഷാഫി പറമ്പിൽ സമാധാന മാർച്ച് നടത്തി. കോവിഡും PPE കിറ്റും നിപ്പയും എല്ലാം ആയിരുന്നു അതുവരെ പ്രധാന പ്രചാരണ വിഷയം. ബോംബ് പൊട്ടിയതോടെ ഇത്തരം വിഷയങ്ങളെല്ലാം പിൻവാങ്ങി. വടകരയുടെ സമാധാനമായി UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വഴിപിഴച്ചു പോയവർ എന്ന് പറഞ്ഞാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെ KK ശൈലജ തള്ളിയത്. നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിഴച്ചു പോകുന്ന ചെറുപ്പക്കാർ ഉണ്ട്. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് UDFന്റെ പ്രചാരണമെന്നും ശൈലജ പറഞ്ഞിരുന്നു. ശൈലജ ടീച്ചർ ഇങ്ങനെ പറയുമ്പോഴും വടകരയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസാരിച്ചത്. വിഷുവിന് പൊട്ടിക്കാനല്ല ബോംബ് ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആരെയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് ഇനി തെളിയേണ്ടത്. തന്നെയും കോൺഗ്രസ് പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം ഷാഫി പറഞ്ഞു. ഇങ്ങനെ എന്തായാലും പാനൂർ ബോംബ് സ്ഫോടനം ഷാഫിക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. ഇത് വെച്ച് കളിക്കുകയാണ് പ്രതിപക്ഷം.